SP ഇപ്പോൾ അതിജീവിതയുടെ അഡ്വക്കേറ്റ് നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ഫിർദോസ്, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച ഒരു അതിജീവിതയുടെ വീട്ടിൽ രാത്രി 6 മണിക്ക് ശേഷം മൊഴിയെടുക്കാൻ പോലീസിന് വരാൻ കഴിയുമോ? 1. 2, അവർ ഔദ്യോഗികമായ വേഷത്തിലെത്താൻ കഴിയുമോ? അവർ പോലീസിന്റെ വാഹനങ്ങളിൽ നാട്ടുകാരെ അറിയിക്കത്തക്ക രീതിയിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിവാകുന്ന രീതിയിൽ വന്ന് മൊഴിയെടുക്കുന്നത് ചട്ടവിരുദ്ധമല്ലേ? കോടതി അലക്ഷ്യമല്ലേ? അതായത് അതിജീവിതയുടെ മൊഴിയെടുക്കാൻ പാടില്ല എന്നുള്ളതല്ല, ഒരു സ്ത്രീനെ സൺസെറ്റിന് ശേഷം, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം ഒരു സ്ത്രീനെ അറസ്റ്റ് ചെയ്യാൻ പോലും പാടില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ നിയമം. ആ സ്ഥാനത്താണ് ആ സ്ത്രീനെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പോലീസ് വാഹനത്തിൽ വന്ന വീടിന്റെ ഫ്രണ്ടിൽ തന്നെ പോലീസ് വാഹനം ഇട്ടിട്ട് അതിൽ നിന്ന് കുറെ യൂണിഫോം ധാരികളായിട്ടുള്ള പോലീസുകാര് ആ വീടിന് മുന്നിൽ ഇറങ്ങി നിന്നിട്ട് ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി പബ്ലിക്കിന് മുമ്പിൽ ഇപ്പൊ ആകെ പബ്ലിഷ് ചെയ്തു. ഞാനിപ്പോ ഈ കേസിൽ നിന്ന് കോടതിയിൽ ഇത് പ്രസന്റ് ചെയ്തിട്ട് കോടതി നാളെ രാവിലെ വിശദമായി കേൾക്കാം എന്ന് പറഞ്ഞ് നാളെ രാവിലത്തേക്ക് മാറ്റിവെച്ചതാണ്. പ്രത്യേകം കോടതി, പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി വളരെ വ്യക്തമായി പറഞ്ഞതാണ്, യാതൊരു കാരണവശാലും നിങ്ങളൊരു വാർത്ത പോലും ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളുമായി ബന്ധപ്പെട്ടിട്ടോ അതിജീവിതയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടോ കൊടുക്കരുതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. മാത്രമല്ല 2 ദിവസം മുന്നെയാണ് ഇതിൽ 1-ാം പ്രതി വന്നിട്ട് ഈ ഐഡന്റിറ്റിനെ അതിജീവിതനെ അവഹേളിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോ ഇവിടെ ഈ നാട്ടുകാർ മൊത്തം ഈ വീടിന് ചുറ്റും തമ്പടിച്ച് നിൽക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. മാത്രമല്ല പല ആളുകളും ഫോൺ ചെയ്ത് നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അതിജീവിതയുടെ പേര് പറഞ്ഞുകൊണ്ട്, നാടിന്റെ അഭിമാനമാണ്, നാടിനെ അങ്ങനെ കളിയാക്കുന്ന രീതി എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. വളരെ ദുഃഖകരമാണ് ഈ അവസ്ഥ. ഞാനിപ്പോ ഈ അതിജീവിതയ്ക്ക് കാവൽ നിൽക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. നമ്മൾ ഈ കേസ് കോടതിയിലേക്ക് എത്തിയതിന്റെ ഭാഗമായിട്ട് പോലീസ് ഇങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ മനസ്സിലാവുന്നില്ല. ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇവരുടെ മൊഴിയെടുക്കാൻ വേണ്ടിയാണോ? യഥാർത്ഥത്തിൽ മൊഴിയെടുക്കാൻ വേണ്ടി FIR ഇടണ്ടേ? ഒരു പരാതി കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട നടപടി എന്താണ്? FIR ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ആർക്കറിയാൻ പറ്റും? ഇതേമാതിരി ഈ അതിജീവിതയുടെ വീട്ടിൽ വന്നിട്ടാണ് ഇതേമാതിരിയുള്ള ഇതിലെ 1-ാം പ്രതി ഈ അതിജീവിതനെ പീഡിപ്പിച്ചു പോയത് ഈ വീട്ടിൽ വന്നിട്ട്. ഇതിന് ശേഷമാണ് ഇപ്പൊ അത് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഎസ്പി. പ്രാഥമികമായ കേസന്വേഷണത്തിന്റെ ഭാഗമായി വൈകുന്നേരം 6 മണിക്കു ശേഷം ഇതേപോലെ പരാതി നൽകിയ യുവതിയുടെ വീട്ടിലേക്ക് പോലീസിന് ഔദ്യോഗിക വേഷത്തിൽ ഔദ്യോഗിക വാഹനത്തിൽ വരാൻ കഴിയുമോ? വൈകിട്ടെന്നല്ല, ഒരു സമയത്തും വരാൻ പാടില്ല. കാരണം അത് അതിജീവിത ഐഡന്റിറ്റി പബ്ലിക്കിന് മുമ്പിൽ കൊടുക്കല്ലേ. ആ വീടിന് മുമ്പിൽ എന്താണ് പൊന്നാനിയിൽ നടക്കുന്നത്? PV അൻവർ?